പ്രമുഖ ജാപ്പാനീസ് കാർ നിർമ്മാതാക്കളായ സുസുക്കിയുടെ മുൻ ചെയർമാൻ ഒസാമു സുസുക്കി അന്തരിച്ചു. 94-ാം വയസ്സിലാണ് അന്ത്യം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, കാർ നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു വ്യവസായി, അതിലുപരി ഇന്ത്യക്ക് കൂടി ഇന്ത്യൻ കാർ വ്യവസായത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു വ്യവസായി, വിവരങ്ങൾ. രുചീഷ്, 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം മരിച്ചത്. 40 വർഷത്തിലേറെ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ കമ്പനി അദ്ദേഹം നയിച്ചു. 2021-ലാണ് അദ്ദേഹം വിരമിച്ചത്. മരിച്ചെങ്കിലും മരണവാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനൊരു വാർത്താക്കുറിപ്പിലൂടെ ഈ വാർത്ത പുറത്തുവിടുകയായിരുന്നു. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകനായ തോഷിഹിറോ സുസുക്കിക്ക് വേണ്ടി ഇറക്കിയ പ്രസ്താവനയിലാണ് മരണവിവരം അറിയിച്ചത്. ശവസംസ്കാരം അടക്കം ഒസാമു സുസുക്കിയുടെ ആഗ്രഹപ്രകാരം വളരെ ഒരു കുടുംബ ചടങ്ങായിട്ടാണ് നടത്തിയത്. അധികം ആളുകൾ പങ്കെടുക്കാത്തത്, ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. അതിനുശേഷം ഈ ചിതാഭസ്മ നിമജ്ജനവും കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഒപ്പം ഈ സന്ദേശത്തിൽ അനുശോചന ചടങ്ങുകൾ, ഒപ്പം ജപ്പാനിലെ രീതിയായ സുഗന്ധദ്രവ്യങ്ങൾ അയച്ചു കൊടുക്കൽ, പൂക്കൾ അയച്ചു കൊടുക്കൽ, അനുശോചന ടെലിഗ്രാമുകൾ അയക്കൽ, ഇതൊക്കെ അവിടുത്തെ ഒരു കസ്റ്റമാണ്. അതൊന്നും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വേണ്ട, അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ആദരപൂർവ്വം അതൊക്കെ നിരസിക്കുകയാണ് എന്ന് മകൻ പറയുന്നു. രുചീഷ് പറഞ്ഞതുപോലെ 40 വർഷത്തിലേറെയായി കമ്പനിയെ നയിച്ച ഒരു വലിയ വിഷണറി ആയിരുന്നു അദ്ദേഹം. ശതകോടീശ്വരനാണെങ്കിൽ പോലും മരണ സംസ്കാര ചടങ്ങുകളുടെ ഈ ഒരു സിംപ്ലിസിറ്റി ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ വാർത്തയാകുന്നത്. ഈ കമ്പനിയുടെ ആഗോള വിപുലീകരണത്തിനൊക്കെ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് ഇപ്പോൾ സുസുക്കി. വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വാഹനങ്ങൾ വിൽക്കാൻ ജനറൽ മോട്ടോഴ്സ് കമ്പനിയുമായും ഫോക്സ് വാഗൻ എജിയുമായും ഒക്കെ കരാറുകൾ ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കാളിത്തം വഹിച്ച ആളായിരുന്നു. ടൊയോട്ടയുമായി മൂലധന സഖ്യം രൂപീകരിക്കുന്നു. അങ്ങനെ ആഗോള കമ്പനിയായി സുസുക്കി അദ്ദേഹം വളർത്തി. 91-ൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു. അദ്ദേഹം 1930-ലാണ് ജനിച്ചത്. ഇപ്പോൾ വലിയ ഒരു സമ്പൂർണമായ ജീവിതത്തിന് ശേഷം അദ്ദേഹം വിടവാങ്ങുകയാണ്. 2015 ജൂണിലാണ് സുസുക്കി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം മകന് കൈമാറിയത്. തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ രാജ്യത്ത് ഓരോ 2 കാർ വിൽക്കുമ്പോഴും അതിലൊന്ന് സുസുക്കിയാണെന്ന് പറയുന്നു. ഇന്ത്യയിലെ വാഹന വിപ്ലവത്തിൽ വലിയ പങ്കുവഹിച്ച, ഇന്ത്യയുമായി കരാറുണ്ടാക്കിയതിലൂടെ ഇന്ത്യൻ വാഹന വിപണിയിൽ കൂടി വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ഒരു വലിയ വ്യവസായിയാണ് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിലെ ആ ലാളിത്യം കൊണ്ടുകൂടി അദ്ദേഹം ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടുന്നു. രുചീഷ്. ശരി സുജിത്.